ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് തിരുവനന്തപുരം വരെ ഒന്ന് പോയാലോ? വെറുതെ അല്ല കേട്ടോ, നമുക്കൊരു IV ട്രിപ്പ് വന്നിട്ടുണ്ട്. മംഗലാപുരത്തുള്ള ശ്രീദേവി കോളേജിൽ നിന്ന് നമ്മുടെ IV ട്രിപ്പ് എടുത്തിട്ടുള്ളത് നമ്മുടെ ജിപ്സി ട്രാവലറിൻ്റെ ഒപ്പമാണ്. അപ്പം നമുക്ക് അവരുടെ കൂടെ ട്രിവാൻഡ്രം വരെ ഒന്ന് പോയി അടിച്ച് പൊളിച്ചിട്ട് തിരിച്ചു വരാം. സോ നമ്മുടെ ബസ് ഇതാ ഇവിടെ തലപ്പാടിയിലുണ്ട്. ഇത് പിന്നെ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തണ്ടല്ലോ, എൻ്റെ സ്വന്തം ഹസ്ബൻഡ് ടൂർ മാനേജർ, ടൂർ പാക്കേജർ കം ഡ്രൈവർ കം ഓൾ ഇൻ ഓൾ. അപ്പോൾ നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. നമുക്കിപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അവർ തലപ്പാടി ടോൾ ജംഗ്ഷനിൽ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി അവരെ പിക്ക് ചെയ്യാം. അതിനു മുന്നേ നമുക്ക് വണ്ടിയിൽ ഡീസൽ അടിക്കണമല്ലോ അവിടെ വരെ പോകണമെങ്കിൽ. അപ്പോൾ അത്രയും ഡീസലൊക്കെ അടിച്ച് ഫില്ല് ചെയ്ത് നമ്മളവിടെ എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റുഡൻസ് നമ്മളെ വെയിറ്റ് ചെയ്ത് അവിടെ ഉണ്ടായിരുന്നു. അവരുടെ വക ചെറിയ പൂജയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, യാത്ര മംഗളകരമാവാനും അതുപോലെ അടിപൊളിയാവാനൊക്കെ. പിന്നെ ജിപ്സിയുടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അടിപൊളി ആവാണ്ട് അവിടെ പോകാനല്ലേ, എന്നാലും ഒരു ധൈര്യത്തിന് അവരുടെ വക പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ശേഷം നമ്മുടെ യാത്ര തിരിക്കുകയാണ് ട്രിവാൻഡ്രത്തേക്ക്. അങ്ങനെ നമ്മൾ തലപ്പാടി ടോൾ ജംഗ്ഷനിൽ നിന്നും നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഒപ്പം നമ്മൾ യാത്ര തിരിച്ചിട്ടാണുള്ളത്. നമ്മുടെ പാക്കേജർ കം ഓൾ ഇൻ ഓൾ ഫുൾ ഓൺ പവറിൽ നമ്മുടെ കൂടെ അടിപൊളിയായിട്ട് പോരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൂടെ ജോയലുണ്ട് കേട്ടോ. ജോയൽ സൈഡിൽ വീഡിയോ എടുക്കുകയാണ്, അതുകൊണ്ടാണ് അവനെ കാണാത്തത്. പിന്നെ 9:15 ഒരു 9:20 ആയപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് വേ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരു 10:30, 10:35, 40 ആയപ്പോഴത്തേക്ക് നമ്മുടെ യാത്ര തുടർന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ രാത്രിയിലെ ജേണി തുടരുകയാണ് ട്രിവാൻഡ്രത്തേക്ക്. നമുക്ക് രാവിലെ ഒരു 7 മണി 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ എത്തണമായിരുന്നു. ബിക്കോസ് ഇവരുടെ മെയിൻ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുമ്പ മറ്റേ റോക്കറ്റ് വിക്ഷേപണം കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം അങ്ങോട്ടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. എന്താകും കറക്റ്റ് ടൈമിൽ എത്താൻ പറ്റുമോ ഇല്ലയോ എന്നറിയില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ നമ്മുടെ 100% കൊടുത്ത് അവരെ അവിടെ എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. നമ്മുടെ ടോൾ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ടോളാണ് നമുക്ക് കിട്ടിയത്. ഈ പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ ഗൈസ്? ഈ പാട്ട് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവരെന്താ ഇങ്ങനത്തെ പാട്ടൊക്കെ ഒരു ട്രിപ്പിന് പോകുമ്പോൾ ഇട്ട് കൊടുക്കുന്നതെന്നല്ലേ. ബട്ട് നമ്മുടെ പ്രിഫറൻസ് ഫുൾ ഓഫ് നമ്മുടെ പാർട്ടീനെ ബേസ് ചെയ്തിട്ടാണ്. അവർ പറയുന്ന സോങ്സ്, അവർ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അതാട്ടോ ആ പാട്ടിട്ടിരിക്കുന്നത്. അപ്പോൾ പാട്ട് ഏതാണെന്ന് മനസ്സിലായവർ താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. നമ്മുടെ ടോളൊക്കെ നമ്മൾ ഓൾറെഡി ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടൊന്നും വന്നില്ല. നമുക്ക് വേഗം തന്നെ ഗേറ്റൊക്കെ തുറന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ബാക്കിൽ നല്ല അടിപൊളി ഡാൻസും പാട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ബട്ട് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് റോഡും ഡ്രൈവിങ്ങും അതുപോലെ ഈ കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നതിൻ്റെ ഇടയ്ക്ക് അത് ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി ഞാൻ. ബട്ട് സ്റ്റിൽ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഈ വീഡിയോസിൻ്റെ ഇടയിൽ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും ഫുൾ വീഡിയോ ഒക്കെ വാച്ച് ചെയ്ത് നമുക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ തന്ന് സഹായിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രം പ്ലാനറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫസ്റ്റ് തുമ്പ മറ്റേ എയർപോർട്ട് റോക്കറ്റ് വിക്ഷേപണം കാണാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ ഇതായിരുന്നു. നമ്മൾ പ്ലാനറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചയൊക്കെ എൻ്റെ പൊന്നു ഗൈസ് അടിപൊളി. ഒരു തവണയെങ്കിലും നിങ്ങളിതൊക്കെ വിസിറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഭൂമി, നമ്മുടെ കാര്യങ്ങളൊക്കെ ഏതൊക്കെയോ കളറിൽ എന്തൊക്കെയോ ഇതായിട്ട് ഫുൾ നമുക്ക് നല്ലൊരു സെറ്റ് വൈബ് തരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറുമ്പം. അപ്പോൾ നമുക്ക് നമ്മുടെ ഭൂമിയൊക്കെ ഇങ്ങനെ ഉള്ളം കയ്യിൽ താങ്ങി നിർത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതൊക്കെ പോയിട്ട് എല്ലാവരും എൻജോയ് ചെയ്യുക. നമ്മളതൊക്കെ എൻജോയ് ചെയ്തു. ദെൻ അവരുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശംഖുമുഖം ബീച്ചായിരുന്നു. നമ്മളവിടെ എത്തിയപ്പോഴത്തേക്ക് സൺസെറ്റിൻ്റെ ഒക്കെ ഒരു സമയമായിരുന്നു കേട്ടോ. അപ്പോൾ അറിയാലോ അടിപൊളി വൈബായിരുന്നു. കാണാനൊക്കെ എന്ത് ഭംഗിയായിരുന്നു എന്നറിയോ. പക്ഷെ നമുക്ക് ഈ വീഡിയോയിൽ ഷൂട്ട് ചെയ്യുമ്പം ഫോണിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അത്ര സെറ്റായിട്ട് മനസ്സിലാവുന്നില്ലെന്നേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ അടിപൊളി വ്യൂ ആയിരുന്നു. അപ്പം അതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. നമുക്ക് അടുത്ത് പോകേണ്ടത് ട്രിവാൻഡ്രം സൂവിലേക്കാണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ട്രിവാൻഡ്രം സൂവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ വക എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളും ഒക്കെ ബാക്കിൽ നടക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞായിരുന്നല്ലേ, ഞാൻ ഈ വീഡിയോസിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഇവരുടെ എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്യാമെന്ന്. പക്ഷെ കുറച്ച് സമയം എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. എപ്പോഴും അവരുടെ അടുത്ത് നിന്ന് പോയി ഷൂട്ട് ചെയ്യാനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അത് ഒത്തിരി നേരം ഷൂട്ട് ചെയ്യാൻ പറ്റാഞ്ഞത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവരുടെ എൻ്റർടൈൻമെൻറ്റൊക്കെ കണ്ട് ലാസ്റ്റ് നമ്മുടെ സൂവിലെത്തിയിട്ടുണ്ട്.
നമുക്ക് 2 വയസ്സായ അപ്പാപ്പനാണെന്ന് തോന്നുന്നു, അപ്പാപ്പനാവാറായ 2 സിംഹങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഒന്ന് അപ്പാപ്പനൊന്ന് അമ്മാമ്മയായിരിക്കണം. വേറെയും ഇഷ്ടംപടി ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ പറഞ്ഞപ്പോൾ അത് 2 പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത് കൊയിലാണ്ടിയിലുള്ള മറ്റേ നമ്മുടെ ട്രെയിനിൻ്റെ രൂപത്തിലുള്ള റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ, അവിടെ ആട്ടോ. എന്തോ ചെയ്യാനാന്ന് പറയാം, നമ്മുടെ പിള്ളേരുടെ ആഗ്രഹം പറഞ്ഞു അവർക്ക് ട്രെയിനകത്തിരുന്ന് ഫുഡ് കഴിക്കണമെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മളങ്ങ് കൊയിലാണ്ടിയിലേക്ക് പിടിച്ച് കൊയിലാണ്ടിയിൽ അവർക്ക് വേണ്ടി ഒരു ഫുൾ ട്രെയിൻ തന്നെ അങ്ങ് ബുക്ക് ചെയ്ത് കൊടുത്ത്. എന്തായാലും നമ്മുടെ ഒരു ഇത് അതെ. അപ്പം നമ്മുടെ സ്റ്റുഡൻസൊക്കെ ഫുൾ ഹാപ്പിയാണ്. ഫുഡും കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാവരുടെ അടുത്തും ഞാൻ റിവ്യൂസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാവരും അടിപൊളിയാണെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഫുഡാണെങ്കിൽ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ പിന്നെ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഒക്കെ അടുത്ത് നമ്മളെ കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചപ്പം എല്ലാവരും നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അഭിപ്രായമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണല്ലേ. അതെ. അപ്പോൾ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എഗെയിൻ നമ്മൾ ബാക്ക് ടു ഹോം എന്ന രീതിക്ക് യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും നമ്മുടെ സ്റ്റുഡൻസൊക്കെ ഫുൾ പവറിലാണ്. ഫുഡൊക്കെ കഴിച്ചത് ദഹിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. എല്ലാവരും വൻ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ഇതിൻ്റെ ഫുൾ വീഡിയോസും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. ഇത് കുറച്ച് ക്ലിപ്സായിട്ട് കിട്ടിയത് ഞാൻ ഈ കൂടെ ആഡ് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പിള്ളേരൊക്കെ നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എല്ലാവരും സംസാരിക്കും. പക്ഷേ ഇവർ സംസാരിക്കാൻ ഇവർ കന്നഡയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അത്ര വലിയ എന്താ പറയുക കാര്യമായിട്ട് ഇവർ പറയണ മനസ്സിലാവുന്നില്ല. ബട്ട് സ്റ്റിൽ അവർ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നുണ്ട്, നമ്മൾ ഇംഗ്ലീഷിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് പേർക്കൊക്കെ അതിൽ മലയാളം അറിയാവുന്നവരുണ്ട് കേട്ടോ. എന്ന് വെച്ച് ഭയങ്കര ഫ്ലുവൻ്റ് ഒന്നുമല്ല, ബട്ട് സ്റ്റിൽ മനസ്സിലാവുന്ന രീതിക്ക് മലയാളം പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിക്ക് നമുക്കൊരു മുട്ടൻ പണി കിട്ടി ഗായ്സ്. നമ്മുടെ വണ്ടിയുടെ ടയർ ഒന്ന് ജസ്റ്റ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് എന്താണെന്നറിയില്ല, എന്തോ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് രാത്രിക്ക് തന്നെ മാറ്റാൻ പറ്റും. നമുക്ക് രാത്രിക്ക് തന്നെ ടയറൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുള്ള ഫിറ്ററിങ് കാര്യങ്ങളെയൊക്കെ ദൈവം സഹായിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നല്ല പുതിയ ടയറൊക്കെ ഇട്ട് നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ്. ശേഷം നമ്മൾ വണ്ടിക്ക് പെട്രോൾ അല്ലല്ലോ ഡീസൽ ഗൈസ്. സോ ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു പമ്പിലൊക്കെ കയറി ഡീസലൊക്കെ ഫിൽ ചെയ്ത് നമ്മൾ 2 കുപ്പി വെള്ളമൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ച് നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പോൾ നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷനും പോട്ടെ, നമ്മളവരെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തലപ്പാടി അവരെ എവിടെ നിന്നാണോ പിക്ക് ചെയ്തത് അവിടെ എത്തിയിട്ടുണ്ട്. സോ ഗൈസ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് റിവ്യൂസൊക്കെ തന്നിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. സോ ഗൈസ് ഇഫ് യു നീഡ് എനി എൻക്വയറീസ് അബൌട്ട് ടൂർ പാക്കേജസ് പ്ലീസ് കോൺടാക്ട് us. ഞാൻ ഞങ്ങളുടെ മെയിൽ ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ഇതിൻ്റെ കൂടെ എൻ്റെ നമ്പർ ഫൈനലി ആഡ് ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ് ഇഫ് യു നീഡ് എനി എൻക്വയറീസ് പ്ലീസ് കോൺടാക്ട് us. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എല്ലാവിധ സഹായവും ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ലോകത്ത് എവിടെ വേണമെങ്കിലും ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ എല്ലാവിധ ടൂർ പാക്കേജസും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതായിരിക്കും. സോ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക് യു. സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ ഗൈസ്.